അങ്ങനെ ഞങ്ങളുടെ 2024 ആദ്യത്തെ സിനിമ കണ്ടു. ജയറാമിന്റെ ഓസ്ലർ എന്ന സിനിമയാണ് കണ്ടിറങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് താങ്ക്സ് പറയേണ്ടത് മിഥുൻ മാനുവൽ തോമസിനോടാണ്. കാരണം 2024 ഫസ്റ്റ് പടം തന്നെ വിജയകരമാക്കി തന്നതിനും നല്ല ഹാപ്പി ആയി. കാരണം പടം നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മുടെ സമയം ചെലവാക്കിയിട്ട് പടം കാണുമ്പോൾ നമുക്കത് ഇഷ്ടമാവണം. അതെ, പ്രത്യേകിച്ചിട്ട് ഒരു വർക്കിംഗ് ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ മിക്കവാറും ആളുകളുടെ ജോലി പടത്തിൽ പോവുക. നമ്മൾ ഇതുപോലെ റിവ്യൂ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. ഇതിലിപ്പോ നെഗറ്റീവായിട്ട് ചില ആൾക്കാർക്ക് തോന്നാം, പോസിറ്റീവും തോന്നാം. നിങ്ങൾ എന്തായാലും പടം കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇത് ഞങ്ങളുടെ അഭിപ്രായങ്ങളെ, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളെ പറയണത്. ഒരുപാട് സസ്പെൻസും കാര്യങ്ങളുണ്ട്. അതായത് സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നുള്ളതൊക്കെ ഒരു ക്രൈം ത്രില്ലറാണ്, സസ്പെൻസ് ത്രില്ലറാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കഥയിലേക്കും അതുപോലെ തന്നെ ഇതിന്റെ സസ്പെൻസും കാര്യങ്ങളിലേക്കും ഒന്നും പോകുന്നില്ല. അത് സ്പോയിലർ ആയിട്ട് പോകും. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് റിവ്യൂ കാണാവുന്നതാണ്. റിവ്യൂ കാണാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് പടവും കാണാം, സിനിമയും കാണാം. റിവ്യൂ കാണുന്ന എല്ലാവരും സിനിമ കാണണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. കാരണം ഒരു സാധാരണ പ്രേക്ഷകന് സന്തോഷം നൽകുന്ന, തൃപ്തി നൽകുന്ന ഒരു സിനിമ. അതാണ് മറ്റേ ഓസ്ലർ സിനിമ. പിന്നെ നമ്മൾ എടുത്തു പറയുന്നത് ഈ കഥയാണ്. കാരണം ഒരു സിനിമയുടെ മെയിൻ നട്ടൽ എന്ന് പറഞ്ഞ ഒരു കഥയാണ്. അതെ, ആ കഥ നല്ല രീതിയിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഒരു ഡയറക്ടറും വേണം, അല്ലെ? അത് രണ്ടും നമുക്ക് പടത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ എടുത്തുകൊണ്ട് മറ്റേ കാര്യം കേട്ടോ, ജയറാമിന്റെ ഇന്റർവ്യൂല് പറഞ്ഞില്ലേ, എന്നെ കൊണ്ട് ഇങ്ങനത്തെ റോളൊന്നും ആള് പറഞ്ഞിട്ട്. കാരണം ഒരു പരിമിതികളുള്ള ഒരു നടനാണ് ജയറാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഇന്റർവ്യൂലും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. 2024 ഗംഭീര തിരിച്ചുവരവായിട്ടാണ് ജയറാമേട്ടൻ വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇപ്പൊ ജിത്തു ജോസഫിന്റെ നേരെന്ന പടത്തിൽ ലാലേട്ടനെ തിരിച്ചു കൊടുക്കുന്ന പോലെ, അതായത് കുറച്ച് പടങ്ങളൊക്കെ പൊട്ടി ഇപ്പൊ നല്ലൊരു തിരിച്ചുവരവ് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജയറാമിനെ മിഥുൻ മാനുവൽ തോമസ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ജയറാം. പക്ഷെ കുറച്ച് ഒതുങ്ങിപ്പോയി. പക്ഷെ നമുക്ക് അത് തിരിച്ചു വരവ് നല്ല അങ്ങനെയുള്ള പടങ്ങൾ ചെയ്തിട്ട് നമ്മൾ ആ ഒരു കൺസെപ്റ്റിലാണ് ആളെ കാണുള്ളൂ. അതായത് ആ ഒരു കണ്ണിലൂടെ നമ്മൾ കാണുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു കഥ ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു കൊണ്ടേ പറ്റുള്ളൂ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സംവിധായകർ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നല്ല നല്ല ആക്ടേഴ്സ് നമ്മുടെ മലയാള സിനിമയിൽ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ ജയറാമിന്റെ ഒരു തിരിച്ചുവരവ്. കാരണം ആദ്യം കുറെ ചവറ് പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള ആളുകളുടെ കൂടെ അഭിനയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനും മലയാള സിനിമയിൽ നിന്ന് സ്ഥാനമുണ്ട്. അതെ, പിന്നെ ഛായാഗ്രഹണം അതുപോലെ തന്നെ BGM ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. BGM ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. തിയേറ്ററിൽ നമുക്കൊരു മൂഡ്, ഒരു പ്രത്യേക മൂവി ആണെന്നൊരു ഫീൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു പടം തന്നെയാണ്. ജയറാം ഉൾപ്പെടെ വലിയൊരു താരനിര ഈ സിനിമയിലുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാ ഇത്രയും താരത്തിനൊക്കെ ഈ സിനിമയിൽ കുത്തിക്കറ്റിയത്. പക്ഷെ ആവശ്യമുണ്ട്. കാര്യത്തിന് മാത്രമേ ഉള്ളൂ. അത് വേണം പറയാം. നല്ലൊരു സെലക്ഷൻ അവർ ചെയ്തിട്ടുള്ളത്. കാരണം വേണ്ടപ്പെട്ട ആളുകളെ, അതായത് ആ കഥാപാത്രത്തിൽ ചെയ്യാൻ ആവശ്യമുള്ള ആളുകളെ മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു പടത്തിൽ ഒരുപാട് ട്വിസ്റ്റും അതുപോലെ തന്നെ കുറച്ച് സസ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തായാലും പറയുന്നില്ല. കാരണം ഇങ്ങനത്തെ ഒരു പടം കാണാൻ പോകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പടം കണ്ടിട്ട് ഒരു കാര്യം. ഇതിപ്പോ ഞങ്ങളാണെങ്കിൽ ഇപ്പൊ ഒരു സിനിമ കണ്ടിട്ട് നമ്മുടെ കൂട്ടുകാരൻ വന്നിട്ട് മറ്റാളെ അല്ലെങ്കിൽ ഇന്നൊരു സീനുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരാൾ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പടം കാണാനുള്ള മൂഡ് പോകും. കോമഡി സിനിമ ആണെങ്കിൽ കുഴപ്പമില്ല, എത്ര കണ്ടാലും ഒരു മടുപ്പില്ല. പക്ഷെ ഇതുപോലെ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരു ആരും പറയാതെ നമ്മൾ നേരിട്ട് പോയി കണ്ട അതിന്റെ ഫ്രഷ്നെസ്സോടുകൂടി ആ സിനിമ കാണണം. കൊടുത്ത പൈസക്കുള്ള മുതലാണ് ഓസ്ലർ കേട്ടോ. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, ധൈര്യമായിട്ട് പോയി കണ്ടോ. അതെ, അത് ഞങ്ങൾ കണ്ടതിന്റെ ഞങ്ങളുടെ അഭിപ്രായം, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി പടം കാണാൻ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ റിവ്യൂ കാണുന്നുണ്ടാവും. അതെ, സിനിമ കണ്ടവരും കാണാത്തവരൊക്കെ റിവ്യൂ കാണും. അപ്പൊ സിനിമ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ, അത് ഞങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് എന്നുള്ള താഴെ കമന്റ്. അത് പോകുന്നവർക്ക് ഒരു ഉപകാരം. കാരണം കമന്റ്സും കാര്യങ്ങളും നോക്കുമ്പോൾ കണ്ട ആളുകളുടെ അഭിപ്രായം, ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണ് പറയുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ ഇഷ്ടമായി. നല്ല പടമാണ്. നമ്മൾ പോയി കണ്ടതിന് നമുക്ക് ലാഭമായി, ഒരു നഷ്ടം. നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ സിനിമ. ട്രെയിലർ കണ്ടിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സിനിമയിൽ എക്സ്പെക്ട് ചെയ്തത് അതെല്ലാം നമുക്ക് സിനിമ തന്നിട്ടുണ്ട്. നല്ലൊരു ഡയറക്ടറാണ് ഞാൻ പറയട്ടെ, ഏത് നടനും ഇപ്പോ പണ്ടത്തെ പോലെ നടന്മാരെ നോക്കി സിനിമ കാണാൻ പോകേണ്ട ആവശ്യമില്ല. സംവിധാനം അല്ലെങ്കിൽ കഥ ആരാണോ അദ്ദേഹത്തിന്റെ സിനിമത്തിൽ പോവുക, അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് പോവുക. ഇപ്പൊ മിഥുൻ മാനുവൽ തോമസിന്റെ സിനിമ, ഇനിയിപ്പോ മിഥുൻ മാനുവൽ തോമസ് ആരെ വെച്ചെടുത്താലും ആളുകൾ അത് അയാൾ എടുക്കുന്ന രീതി അങ്ങനെയാണ്. പിന്നെ ചെറിയൊരു പേടിനായിരുന്നു. കാരണം കഥ മിഥുൻ മാനുവൽ തോമസ് അല്ല, എന്നാൽ രൺധീർ കൃഷ്ണൻ എന്തോ ആണുള്ള പേര്. അപ്പൊ ആളുടെ കഥയാണ്. അപ്പൊ മിഥുൻ മാനുവൽ തോമസിന്റെ കഥ അല്ലാതെ നമുക്കൊരു പേടിണ്ടാവും. കാരണം സംവിധായകൻ ഇപ്പൊ വലിയ ആളാണെങ്കിൽ കഥ പോയില്ലേ, അത് ശരിയാ. പക്ഷെ കട്ടക്കുള്ള നല്ലൊരു കഥയും നല്ല കഥ മികച്ച നല്ല രീതിയിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും സിനിമ പോയിട്ട് കാണുക, കണ്ടതിന് ശേഷം അഭിപ്രായം കാണുമെന്ന് പറയാ. മാക്സിമം നമ്മളിപ്പോ ഈ ജയറാമേട്ടന്റെ ഒരു തിരിച്ചുവരവ് ഉള്ള ഒരു സിനിമയാണ്. മാക്സിമം തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് ആ ഒരു തിരിച്ചുവരവ് നമ്മൾ പ്രേക്ഷകരുടെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരിക. കാരണം അദ്ദേഹത്തിന് മലയാളത്തിനും വേണം, നമ്മൾ മലയാളികൾക്ക് വേണം. നല്ല ഒരു നടൻ തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കോട്ടം ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പക്കയാണ്. അതാണ് പറയുന്നത്. അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക. പിന്നെ ഇതുപോലെയുള്ള സിനിമ റിവ്യൂസുമായിട്ടുള്ള കാര്യങ്ങളും സിനിമ വിശേഷങ്ങളും ട്രെയിലർ റിവ്യൂ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാതായിരിക്കും. ബൈ ബൈ.